CPM ക്രിമിനൽ അർജുൻ ആയങ്കിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അർജുൻ തൃശൂരിലെത്തിയിരുന്നു. ഇയാളുടെ അനിയനെയും പെൺസുഹൃത്തിനെയും അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അർജുൻ ആയങ്കി ജില്ല വിട്ടു പോയിട്ടില്ല എന്നാണ് പോലീസ് കരുതുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ തെരച്ചിൽ ഊർജിതമാക്കിയെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം കേരളത്തിൽ ആണ്, തൃശ്ശൂർ പോലെയുള്ള ഒരു നഗരത്തിലാണ് അവിടെ ഒരു ക്രിമിനൽ, അയാൾ സംസ്ഥാന പോലീസിനെ അടക്കം വെല്ലുവിളിച്ച് പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ഇട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. കേരള പോലീസിന് ഇത്തരം ആളുകളെ പോലും പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ചയാണെന്ന് കൂടി അത് പറയുകയും ചെയ്യാം. പ്രജിത്തെ, എന്തായാലും പോലീസിനെ അത്യന്തരം നാണം കെടുത്തുന്ന സംഭവങ്ങൾക്കാണ് ഇന്നലെ മുതൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നഗരമധ്യത്തിൽ അർജുൻ ആയങ്കി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ എത്തി പോസ്റ്റ് ഇട്ടിട്ട് പോലും പോലീസിന് അദ്ദേഹത്തെ കൈകൊണ്ട് പോലും തൊടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസ് ഇങ്ങനെ അരിച്ചു പെറുക്കി പരിശോധന നടത്തുകയായിരുന്നു. ഇന്നലെ അർജുൻ ആയങ്കി തൃശ്ശൂരിലെത്തുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് അർജുൻ ആയങ്കിയുടെ ഫോൺ ഓണായതിന് തൊട്ട് പിന്നാലെ പോലീസ് നഗരം വളയുകയായിരുന്നു. എല്ലാ വാഹനങ്ങളും പിടിച്ചു നിർത്തി പരിശോധിക്കുന്നു. എല്ലാ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പരിശോധന. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വലവിരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമ്പോഴും ആ പോലീസിന്റെ കയ്യിൽ നിന്നും അർജുൻ ആയങ്കി വഴുതിപ്പോയി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ നാണക്കേടായി മാറിയിരിക്കുകയാണ്. അതായത് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക മാത്രമല്ല, പിന്നെയും നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് അർജുൻ ആയങ്കി മാറുകയും കൂടി ചെയ്തിട്ടുണ്ട്. താൻ ഇവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ്, വേണമെങ്കിൽ തന്നെ വന്ന് പിടിച്ചോ എന്ന തരത്തിൽ പോലും അർജുൻ ആയങ്കി തന്റെ ഫേസ്ബുക്കിൽ അടക്കം കുറിക്കുന്നു. ഇങ്ങനെ പോലീസിന് അത്യന്തരം നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ വൈകിട്ട് ആഭ്യന്തരമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ പണി ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ ആയങ്കി തൃശ്ശൂർ ജില്ല വിട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ജില്ലയിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ വഴികളിലും പോലീസ് ഇന്നലെ ഈ സമയം മുതൽ, അതായത് അർജുൻ ആയങ്കി തൃശ്ശൂരിൽ പ്രത്യക്ഷപ്പെട്ട സമയം മുതൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ്. മാത്രമല്ല, ഈ തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിലെത്തിയപ്പോൾ അർജുൻ ആയങ്കിയും ഒപ്പം സഹോദരനും ഉണ്ടായിരുന്നു. പോലീസിനെ പിടികൂടാനായത് അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള അഖിലിനെയും അതേപോലെ തന്നെ അഖിലിന്റെ ഒരു പെൺസുഹൃത്തിനെ മാത്രമാണ് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രാവേളയിൽ പല കുറി അർജുൻ ആയങ്കി വാഹനം മാറിക്കേറി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്നും കറുത്ത നിറത്തിലുള്ള ടാറ്റ പഞ്ചിലാണ് അവിടുന്ന് കടന്നു വരുന്നത്. തൃശ്ശൂരിലേക്ക് എത്തുന്ന വഴിയിൽ വെള്ള നിറത്തിലുള്ള ഡസ്റ്റർ കാറിലേക്ക് അദ്ദേഹം യാത്ര മാറ്റുന്നു. അതിനുശേഷം ഡസ്റ്റർ കാറിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് കൂടി അർജുൻ ആയങ്കി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ മാറി മാറി സഞ്ചരിക്കുകയാണ്. പോലീസ് ഇന്നലെ അർജുൻ ആയങ്കി സമയത്ത് സഞ്ചരിച്ചിട്ടുള്ള വെള്ളക്കാറ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ കാറിൽ നിന്നും അർജുൻ ആയങ്കിയുടെ ഫോണും ഒപ്പം തന്നെ അർജുൻ ആയങ്കിയുടെ സഹോദരനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുന്നു, ഫോൺ കസ്റ്റഡിയിലെടുക്കുന്ന എല്ലാ പ്രവർത്തികൾ നടക്കുമ്പോൾ പോലും അർജുൻ ആയങ്കി എവിടെ എന്നുള്ള ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മാത്രമല്ല, ഇന്നലെ പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷന് സമീപം അർജുൻ ആയങ്കി എത്തിയതായിട്ടുള്ള വിവരമുണ്ട്. ആ സമയവും, അതായത് അർജുൻ ആയങ്കി എത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന സമയവും അതിന് 15 മിനിറ്റിനുള്ളിൽ പൂങ്കുന്നത്ത് നിന്നും ഒരു ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ഈ അർജുൻ ആയങ്കി ആ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും കുന്നംകുളം, ഗുരുവായൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ അർജുൻ ആയങ്കി എത്തിയേക്കാമെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പ്രത്യേക ഷാഡോ സംഘം തന്നെ പരിശോധന നടത്തുകയാണ്. ഷാഡോയുണ്ട്, അതേപോലെ തന്നെ രഹസ്യ പോലീസുണ്ട്, ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തുന്നു. സിറ്റി പോലീസിന് പുറമെ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അർജുൻ ആയങ്കിക്കായിട്ട് വലവിരിച്ചുകൊണ്ടുള്ള വലിയ പരിശോധനയാണ് തൃശ്ശൂരിൽ നടന്നു വരുന്നത്. പ്രജിത്ത്. ഓക്കെ, സാനുവാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അർജുൻ ആയങ്കിക്ക് കവചമൊരുക്കുന്നത്, സംരക്ഷണം ഒരുക്കുന്നത് ഗുണ്ടാ സംഘങ്ങളാണ്. ഇനി അതുപോലെയുള്ള ഗുണ്ടാ സംഘങ്ങളെ പോലീസ് സമീപിക്കേണ്ടി വരുമോ അർജുൻ ആയങ്കിയെ കണ്ടെത്താൻ വേണ്ടി എന്നുള്ളതാണ്